Welcome, my dear students. Today in this class, you are going to learn calculation of goodwill under super profit method and capitalization method. Before going to the topic, I like to remind you to subscribe the channel and to click the bell icon. To download the notes, click the link which is displayed just below the video. Now, we can start our class. Valuation of goodwill. Methods of valuation of goodwill. There are three methods of valuation of goodwill. They are average profit method, super profit method, capitalization method. Average profit method എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡും രണ്ട് തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഇതിൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലും നമ്മൾ ഗുഡ്വിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ക്യാപിറ്റലൈസേഷൻ മെത്തേഡുമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നെക്സ്റ്റ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഇപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പഠിക്കുന്നതിന് മുന്നേ എന്താണ് സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ടേം ആണല്ലോ സൂപ്പർ. അത് സൂപ്പറാണ്, അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ ഫൈൻ, ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫാസ്റ്റിനേക്കാൾ കുറച്ചുകൂടി കൂടുതലുള്ളത്. സൂപ്പർ ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ക്വാളിറ്റിയേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ, ഓവർ ആൻഡ് എബവ്, സാധാരണ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ എന്നുള്ള ടേം ഡിനോട്ട് ചെയ്യാനാണ് സൂപ്പർ എന്നുള്ള ടേം നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കിട്ടുന്ന ലാഭത്തേക്കാൾ കൂടുതലായിട്ട് ലാഭം കിട്ടുകയാണെങ്കിൽ ആ എക്സ്ട്രാ കിട്ടുന്ന ലാഭത്തെയാണ് നമ്മൾ പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ദി എക്സസ് ഓഫ് ആക്ച്വൽ പ്രോഫിറ്റ് ഓവർ ദി നോർമൽ പ്രോഫിറ്റ് ഈസ് ടേംഡ് ആസ് സൂപ്പർ പ്രോഫിറ്റ്. നോർമലായിട്ട് ഒരു ബിസിനസ് നേടുന്ന ലാഭത്തേക്കാൾ കൂടുതലായിട്ട് ലാഭം നമ്മുടെ ബിസിനസ് നേടുകയാണെങ്കിൽ അങ്ങനെ എക്സ്ട്രാ നേടുന്ന ആ ലാഭത്തെ നമ്മൾ പറയുന്ന പേരാണ് സൂപ്പർ പ്രോഫിറ്റ്. ഇപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആക്ച്വൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അണ്ടർ ദിസ് മെത്തേഡ് ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് എന്താണെന്ന് പറഞ്ഞു, നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നാലും പറയാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സൂപ്പർ പ്രോഫിറ്റ് ഇനി വരുന്ന എത്ര വർഷം കൂടി നമുക്ക് നേടാൻ വേണ്ടി പറ്റും, അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ദി സ്റ്റെപ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ഗുഡ്വിൽ. ഫസ്റ്റ്, കാൽക്കുലേറ്റ് ദി ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. സെക്കൻഡ്, കാൽക്കുലേറ്റ് ദി നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡ് ബൈ 100. നമുക്ക് നോർമൽ റേറ്റ് തരും, അപ്പോൾ ക്യാപിറ്റലിന് ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡ് ബൈ 100 ഇട്ട് കഴിഞ്ഞാൽ നോർമൽ പ്രോഫിറ്റായി. പിന്നെ കാൽക്കുലേറ്റ് സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടു, ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ഗുഡ്വിൽ. ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഈ 4 സ്റ്റെപ്പുകളാണ് സൂപ്പർ പ്രോഫിറ്റ് കാണാൻ വേണ്ടി ഓർത്ത് വെക്കേണ്ടത്. ആവറേജ് പ്രോഫിറ്റ് കാണുക, നോർമൽ പ്രോഫിറ്റ് കാണുക, സൂപ്പർ പ്രോഫിറ്റ് കാണുക, ഗുഡ്വില്ലിൻ്റെ വില കാണുക. നെക്സ്റ്റ് നമുക്ക് ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ. ദി ബുക്സ് ഓഫ് എ ബിസിനസ് ഷോഡ് ദാറ്റ് ദി ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓൺ 31st December 2015 rupees 5 lakh and the profits for the last 5 years were 2010 40,000, 2011 50,000, 2012 55,000, 2013 70,000 and 2014 85,000. You are required to find out the value of goodwill based on 3 years purchase of the super profit of the business, given that the normal rate of return is 10%. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ 4 സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞു. ആദ്യം ആവറേജ് പ്രോഫിറ്റ് കാണുക, നോർമൽ പ്രോഫിറ്റ് കാണുക, സൂപ്പർ പ്രോഫിറ്റ് കാണുക, ഗുഡ്വില്ലിൻ്റെ വില കാണുക. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 വർഷത്തെ ലാഭമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 5 വർഷത്തെ ലാഭവും ആഡ് ചെയ്യുക ഡിവൈഡ് ബൈ 5.
40,000 plus 50,000 plus 55,000 plus 70,000 plus 85,000 divided by 5. 3 lakh divided by 5, that is 60,000 average profit കിട്ടി. ഇനി നോർമൽ പ്രോഫിറ്റ് കാണാൻ വേണ്ടി നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 lakh ആണ് നമ്മുടെ ക്യാപിറ്റൽ. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100. ക്യാപിറ്റൽ 5 lakh ഇൻറ്റു റേറ്റ് 10%, ദാറ്റ് ഈസ് 10/100. 50,000 ആണ് നോർമൽ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഇനി സൂപ്പർ പ്രോഫിറ്റ് കാണും. ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50,000, ദാറ്റ് ഈസ് 10,000 ആണ് സൂപ്പർ പ്രോഫിറ്റ്. ഇപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഗുഡ് വിൽ എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് 10,000 ആണ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇൻറ്റു 3, ദാറ്റ് ഈസ് 30,000 റുപ്പീസ് ആയിരിക്കും വാല്യൂ ഓഫ് ഗുഡ് വിൽ. നെക്സ്റ്റ് illustration number 2. The books of a business showed that the capital employed on December 31, 2018 were 1,50,000 and the profits for the last 4 years were rupees 10,000, 30,000, 25,000, 15,000. Find out the value of goodwill based on 2 years purchase of the super profit of the business. The normal rate of return is 10%. ഇപ്പോൾ ചെയ്ത അതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ആവറേജ് പ്രോഫിറ്റ് കാണുക. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. 4 വർഷത്തെ ലാഭമാണ് തന്നത്. 10,000 പ്ലസ് 30,000 പ്ലസ് 25,000 പ്ലസ് 15,000 ഡിവൈഡ് ബൈ 4, ദാറ്റ് ഈസ് 80,000 ഡിവൈഡ് ബൈ 4, ദാറ്റ് ഈസ് 20,000 ആവറേജ് പ്രോഫിറ്റ് കിട്ടി. നോർമൽ പ്രോഫിറ്റ് ക്യാപിറ്റലും റേറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,50,000 ആണ്. റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. ഇക്വേഷൻ ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100. 1,50,000 ഇൻറ്റു 10/100, ദാറ്റ് ഈസ് 15,000. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് സൂപ്പർ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15,000, ദാറ്റ് ഈസ് 5,000 സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. ഇനി ഗുഡ് വിൽ എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ 2 years പർച്ചേസ് ആണ്. അപ്പോൾ 5,000 ഇൻറ്റു 2, ദാറ്റ് ഈസ് 10,000 ആയിരിക്കും വാല്യൂ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇലുസ്ട്രേഷൻ നമ്പർ 3. ദി ക്യാപിറ്റൽ ഓഫ് ദി ഫേം ഓഫ് അനു ആൻഡ് ബിനു ഈസ് 1 lakh ആൻഡ് ദി മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 15%. ആനുവൽ സാലറി ടു പാർട്ട്നേഴ്സ് ഈസ് 6,000 each. The profits for the last 3 years were rupees 30,000, 36,000 and rupees 42,000. Goodwill is to be valued at 2 years purchase of the last 3 years average super profits. Calculate the goodwill of the firm. ഇപ്പോൾ ഇവിടെ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കാണാം. ആവറേജ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 3 വർഷത്തെ ലാഭമാണ് നമുക്ക് തന്നിരിക്കുന്നത്. 30,000 പ്ലസ് 36,000 പ്ലസ് 42,000 ഡിവൈഡ് ബൈ 3, 1,08,000 ഡിവൈഡ് ബൈ 3, ദാറ്റ് ഈസ് 36,000. നെക്സ്റ്റ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് തന്നിട്ടില്ല. പക്ഷേ നമുക്കിവിടെ തന്ന ഡീറ്റെയിൽസ് പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 15%. ആനുവൽ സാലറി ടു പാർട്ട്നേഴ്സ് 6,000 ഈച്ച്. ഇത് രണ്ടുമാണ് നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾ. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ കണക്കിലെടുക്കേണ്ടത് ഒരു ബിസിനസ്സിന് ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റലിൻ്റെ മുകളിൽ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പാർട്ട്നേഴ്സിൻ്റെ അധ്വാനത്തിന് കൊടുക്കേണ്ട സാലറിയും കിട്ടാനുള്ള പ്രോഫിറ്റ് നമ്മൾ നോർമൽ പ്രോഫിറ്റായിട്ട് എടുക്കണം. നോർമലായിട്ട് ഒരു ബിസിനസ് അത്രയെങ്കിലും ലാഭം നേടിയിരിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അതുപോലെ തന്നെ സാലറി ടു പാർട്ട്നേഴ്സും കൊടുക്കാനുള്ള ലാഭമെങ്കിലും ഒരു ബിസിനസ് നോർമലായിട്ട് നേടിയിരിക്കണം. അതുകൊണ്ട് തന്നെ നോർമൽ പ്രോഫിറ്റായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അതുപോലെ സാലറി ടു ബോത്ത് പാർട്ട്നേഴ്സ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ഇൻറ്റു 15 ഡിവൈഡ് ബൈ 100, ദാറ്റ് ഈസ് 15,000. അതിനോട് പാർട്ട്നേഴ്സിൻ്റെ സാലറി ആഡ് ചെയ്യുക. 6,000 ഈച്ച് ആണ്. 2 പേരുണ്ട്, 2 പേർക്കും 6,000 ഈച്ച്, ദാറ്റ് ഈസ് 6,000 ഇൻറ്റു 2, 12,000. ഇപ്പോൾ ടോട്ടൽ നോർമൽ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത് 27,000 ആണ്. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്.
Average profit 36,000 minus normal profit 27,000. That is 9,000 super profit കിട്ടും. നെക്സ്റ്റ് വാല്യൂ ഓഫ് ഗുഡ് വിൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ദാറ്റ് ഈസ് 9,000 ഇൻറ്റു 2, 18,000 റുപ്പീസ് വാല്യൂ ഓഫ് ഗുഡ് വിൽ വരും. നെക്സ്റ്റ് capitalization method. Under this method, the goodwill can be calculated in two ways. By capitalizing the average profit, second by capitalizing the super profit. First, by capitalizing the average profit. ഈ മെത്തേഡ് പറയുന്നതിന് മുന്നേ നമുക്ക് സാധാരണയായിട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ തന്നത് ക്യാപിറ്റലും തന്നു റേറ്റും തന്നു. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ 1 lakh റുപ്പിയാണ് നമ്മുടെ ക്യാപിറ്റൽ, 10% ആണ് നോർമൽ റേറ്റ് എങ്കിൽ അതിൻ്റെ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 lakh ഇൻറ്റു 10/100 ദാറ്റ് ഈസ് 10,000 ആയിരിക്കും. അപ്പോൾ ക്യാപിറ്റലും റേറ്റും തന്നു കഴിഞ്ഞാൽ ലാഭം കാണാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ ലാഭം കിട്ടും. ഇനി നമുക്ക് നേരെ തിരിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് ലാഭം തന്നു, റേറ്റും തന്നു, ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എങ്ങനെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം? ഇപ്പോൾ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ റേറ്റ്. 10,000 ആണ് പ്രോഫിറ്റ് എങ്കിൽ 10,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10% ആണ് റിട്ടേൺ എങ്കിൽ, റേറ്റ് ഓഫ് റിട്ടേൺ എങ്കിൽ 100 ഡിവൈഡ് ബൈ 10 എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 1 lakh റുപ്പി ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ തന്ന് ലാഭം കാണാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ഇൻറ്റു 10 റേറ്റ് ഡിവൈഡ് ബൈ 100, ലാഭം തന്ന് ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ റേറ്റ്. ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലോർത്ത് വെക്കുക, എങ്കിൽ നമുക്ക് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. കാൽക്കുലേറ്റ് ദി ആവറേജ് പ്രോഫിറ്റ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ ആവറേജ് പ്രോഫിറ്റ് കാണുക. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. Capitalize the average profit on the basis of normal rate of return to ascertain the capitalized value of average profit. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാൽക്കുലേഷൻ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കാണണം. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് നമുക്കുണ്ട്. ആ ആവറേജ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ എത്രയായിരിക്കണം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് അത് കാണാൻ വേണ്ടിയിട്ട് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ആവറേജ് പ്രോഫിറ്റിന് തുല്യമായ നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റൽ, നോർമലായിട്ടുണ്ടായിരിക്കേണ്ട ക്യാപിറ്റൽ എത്രയാണോ അതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. തേർഡ് സ്റ്റെപ്പ്, അസർട്ടൈൻ ദി ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. നെറ്റ് അസറ്റ്. ആക്ച്വൽ ക്യാപിറ്റലിന് പറയുന്ന മറ്റൊരു പേര് നെറ്റ് അസറ്റ്. ഇപ്പോൾ ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ് മൈനസ് ലാബിലിറ്റി. ചില സമയത്ത് ക്യാപിറ്റൽ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തരും, ചില സമയത്ത് അസറ്റും ലാബിലിറ്റിയും തരും. അങ്ങനെയാണെങ്കിൽ അസറ്റ് മൈനസ് ലാബിലിറ്റി ഈക്വൽ ടു ക്യാപിറ്റൽ. നെക്സ്റ്റ്, കമ്പ്യൂട്ട് ദി വാല്യൂ ഓഫ് ഗുഡ് വിൽ. വാല്യൂ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ ക്യാപിറ്റൽ. ഇപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ ക്യാപിറ്റൽ മൈനസ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ വാല്യൂ ഓഫ് ഗുഡ് വിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ. എ ബിസിനസ് ഹാസ് ഏൺഡ് average profit of rupees 1 lakh during the last few years and the normal rate of return in a similar business is 10%. Ascertain the value of goodwill by capitalization of average profit method given that the value of net assets of the business is rupees 8,20,000. ഇപ്പോൾ ഇവിടെ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 lakh റുപ്പിയാണ്. എ ബിസിനസ് ഹാസ് ഏൺഡ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് rupees 1 lakh. 1 lakh നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പറയുന്നത് ആൻഡ് ദി നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻ എ സിമിലർ ബിസിനസ് ഈസ് 10%. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണ്. അപ്പം നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ആണ്. 1 lakh റുപ്പി ആവറേജ് പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമലായിട്ടുണ്ടാകുന്ന ക്യാപിറ്റൽ എത്രയായിരിക്കണം, ആക്ച്വൽ ക്യാപിറ്റൽ അല്ല, നോർമലായിട്ട് നമുക്ക് വേണ്ടുന്ന ക്യാപിറ്റൽ എത്രയായിരിക്കണം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ റേറ്റ്. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 lakh ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10.
ദാറ്റ് ഈസ് 10 lakh റുപ്പി ആയിരിക്കും ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പറയുന്നത് നെറ്റ് അസെറ്റ് ഓഫ് ദി ബിസിനസ് ഈസ് 8,20,000. അപ്പോൾ നെറ്റ് അസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ ക്യാപിറ്റലാണ്. അപ്പോൾ ആക്ച്വൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 8,20,000. ഇനി വാല്യൂ ഓഫ് ഗുഡ് വിൽ കാണാം. വാല്യൂ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 lakh മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 8,20,000. അപ്പോൾ ഡിഫറൻസ് വരുന്നത് 1,80,000. അതായിരിക്കും നമ്മുടെ വാല്യൂ ഓഫ് ഗുഡ് വില്ലായിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് മെത്തേഡ് ബൈ ക്യാപിറ്റലൈസിങ് ദി സൂപ്പർ പ്രോഫിറ്റ്. ഇതേപോലെ തന്നെ ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തത് ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സൂപ്പർ പ്രോഫിറ്റ് കണ്ട് സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. അസെർട്ടൈൻ ദി ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് നെറ്റ് അസെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു അസെറ്റ് മൈനസ് ലാബിലിറ്റീസ്. ചില സമയത്ത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തരും, ചില സമയത്ത് നെറ്റ് അസെറ്റ് എന്നായിരിക്കും, ചില സമയത്ത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് തരും, ചില സമയത്ത് അസെറ്റും ലാബിലിറ്റിയും തരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അസെറ്റ് മൈനസ് ലാബിലിറ്റീസ് ഈക്വൽ ടു ക്യാപിറ്റൽ. സെക്കൻഡ്, കാൽക്കുലേറ്റ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡ് ബൈ 100. നോർമൽ പ്രോഫിറ്റ് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡ് ബൈ 100. കാൽക്കുലേറ്റ് ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. കാൽക്കുലേറ്റ് സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ലാസ്റ്റ്, കാൽക്കുലേറ്റ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ക്യാപിറ്റലൈസിങ് ദി സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാണുന്നത് സൂപ്പർ പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ. എ ബിസിനസ് ഹാസ് ഏൺഡ് average profit of rupees 1 lakh during the last few years and the normal rate of return in a similar business is 10%. Ascertain the value of goodwill by capitalization of super profit method given that the value of net asset of the business is rupees 8,20,000. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആക്ച്വൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നെറ്റ് അസെറ്റ് ഓഫ് ദി ബിസിനസ് ഈസ് rupees 8,20,000. നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ആണ്. അപ്പോൾ 8,20,000 ആണ് ക്യാപിറ്റൽ ഇൻറ്റു 10% ആണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. 10/100 ദാറ്റ് ഈസ് 82,000 ആണ് നമ്മുടെ നോർമൽ പ്രോഫിറ്റ് വരുന്നത്. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എ ബിസിനസ് ഹാസ് ഏൺഡ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് rupees 1 lakh. ദാറ്റ് ഈസ് ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു 1 lakh. നെക്സ്റ്റ് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കാണാം. സൂപ്പർ പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 lakh മൈനസ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 82,000. അപ്പോൾ 1 lakh മൈനസ് 82,000 ദാറ്റ് ഈസ് 18,000 ആയിരിക്കും സൂപ്പർ പ്രോഫിറ്റ് വരുന്നത്. സൂപ്പർ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ റേറ്റ്. 18,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് 1,80,000 ആയിരിക്കും വാല്യൂ ഓഫ് ഗുഡ് വില്ലായിട്ട് വരുന്നത്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഈ രണ്ട് മെത്തേഡിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെയിം ആൻസറാണ് കിട്ടുക. ആൻസറിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ രണ്ട് മെത്തേഡും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ക്വസ്റ്റ്യൻ ഏത് ക്വസ്റ്റ്യനാണ് ചോദിക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഗുഡ് വിൽ കണ്ടുപിടിക്കാം. അടുത്ത ഇല്ലുസ്ട്രേഷൻ. Rama Brothers earn an average profit of rupees 30,000 with a capital of rupees 2 lakh. The normal rate of return in the business is 10%. Using capitalization of super profit method, work out the value of goodwill of the firm. Actual capital 2 lakh ആണ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നോർമൽ പ്രോഫിറ്റ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100. 2 lakh ഇൻറ്റു 10/100 ദാറ്റ് ഈസ് 20,000. ആവറേജ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 30,000. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. 30,000 മൈനസ് 20,000 ദാറ്റ് ഈസ് 10,000. ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ റേറ്റ് ദാറ്റ് ഈസ് 10,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10
ദാറ്റ് ഈസ് 1 lakh റുപ്പി ആയിരിക്കും നമുക്ക് വാല്യൂ ഓഫ് ഗുഡ് വില്ലായിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ. A business has earned an average profit of rupees 40,000 during the last few years and the normal rate of return in the similar business is 10%. Find the value of goodwill by capitalization method given that the assets of the business amount to rupees 3,50,000 and liabilities rupees 50,000. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്നേ പറയുന്നുള്ളൂ. ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യണോ സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യണോ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പം നമുക്കിവിടെ ആദ്യം സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ക്യാപിറ്റലൈസിങ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. രണ്ട് തരത്തിലും ഒന്ന് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു തരത്തിൽ പരീക്ഷയ്ക്ക് ചെയ്താൽ മതി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ നമുക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആക്ച്വൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പക്ഷേ അസറ്റ്സ് ഓഫ് ദി ബിസിനസ് എമൗണ്ട് rupees 3,50,000 ആൻഡ് ലാബിലിറ്റീസ് 50,000 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വൽ ക്യാപിറ്റൽ ഈക്വൽ ടു എങ്ങനെയായിരിക്കും? യെസ്, അസറ്റ് മൈനസ് ലാബിലിറ്റി. 3,50,000 അസറ്റ് മൈനസ് ലാബിലിറ്റി 50,000, ദാറ്റ് ഈസ് 3 lakh ആയിരിക്കും ആക്ച്വൽ ക്യാപിറ്റൽ. നെക്സ്റ്റ് നോർമൽ പ്രോഫിറ്റ് കാണും. ഇപ്പോൾ നോർമൽ പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് 3 lakh ക്യാപിറ്റൽ 3 lakh ഇൻറ്റു നോർമൽ റേറ്റ് ആയിട്ട് പറയുന്നത് 10% ആണ്. ഇപ്പോൾ 3 lakh ഇൻറ്റു 10/100 ദാറ്റ് ഈസ് 30,000 ആയിരിക്കും നമ്മുടെ നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ആൻ ആവറേജ് പ്രോഫിറ്റ് ഓഫ് rupees 40,000. നെക്സ്റ്റ് ക്യാപിറ്റലൈസിങ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. സൂപ്പർ പ്രോഫിറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്, ദാറ്റ് ഈസ് 40,000 മൈനസ് 30,000, 10,000 റുപ്പി ആയിരിക്കും നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഗുഡ് വിൽ എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാം. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ റേറ്റ്, ദാറ്റ് ഈസ് 10,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10, ദാറ്റ് ഈസ് 1 lakh റുപ്പി ആയിരിക്കും വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഇനി നമുക്ക് ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ടും ചെയ്തു നോക്കാം. എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 40,000 ആണ് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത്. കാൽക്കുലേറ്റ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 40,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10, ദാറ്റ് ഈസ് 4 lakh ആയിരിക്കും ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ആക്ച്വൽ ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ആക്ച്വൽ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 3 lakh റുപ്പിയാണ് ആക്ച്വൽ ക്യാപിറ്റൽ. ഇപ്പോൾ ഗുഡ് വിൽ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ. 4 lakh മൈനസ് 3 lakh, ദാറ്റ് ഈസ് 1 lakh റുപ്പി ആയിരിക്കും വാല്യൂ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ക്യാപിറ്റലൈസ് ചെയ്താലും ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ക്യാപിറ്റലൈസ് ചെയ്തിട്ട് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്താലും ഗുഡ് വിൽ എന്ന് പറയുന്നത് 1 lakh റുപ്പി തന്നെയാണ്. എമൗണ്ടിൽ മാറ്റമൊന്നുമില്ല. നെക്സ്റ്റ് സമ്മറി. മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. ഫസ്റ്റ് വൺ, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഗുഡ് വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. Second one, weighted average profit method. Goodwill equal to weighted average profit into number of years purchase. And second method is super profit method. Goodwill equal to super profit into number of years purchase. Third, capitalization method. Capitalization of average profit. Goodwill equal to capitalized value of average profit minus actual capital. Second, capitalization of super profit. Goodwill equal to super profit into 100 divided by normal rate. ഇതോടുകൂടി കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ അണ്ടർ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.